പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്മസിന്റെ തുടർ ദിവസങ്ങളിലാണ്. നമ്മൾ ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇനി വെളിച്ചമായ ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറന്നു. നമുക്കറിയാം, ക്രിസ്മസിന് ഉണ്ണീശോ പിറന്നപ്പോ മാലാഖമാര് പാട്ടുപാടി. എന്താണ് പാട്ട്? അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതാണ് മാലാഖമാര് പാടിയത്. ഈ സന്മനസ് നമുക്ക് നോക്കി, പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സന്മനസ് ഉണ്ടായതുകൊണ്ടാണ് മാലാഖയുടെ ഈ അരുളപ്പാട് അമ്മ സ്വീകരിച്ചത്. അല്ലെങ്കിൽ അമ്മ അതിന്റെ ടെൻഷൻസും ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഓർത്തേന്നുണ്ടെങ്കിലോ അമ്മ പറഞ്ഞേനെ, പിതാവേ എനിക്ക് പറ്റില്ല കേട്ടാ, വെറും 19 വയസ്സ് പ്രായമുള്ള ഒരു ഗ്രാമീണ കന്യക ഇങ്ങനെ നിന്റെ ഉദരത്തിൽ വന്നൊരു പുത്രൻ ജനിക്കും എന്ന് പറയുമ്പോ അത് സമ്മതിക്കാൻ, അത് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കണം, ചെറുക്കൻ ഇതിന്റെ പേരിൽ എന്നെ വിട്ടുപോകും, അങ്ങനെ ഞാൻ അനാനന്ദത്വം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു മൊമെന്റിൽ അമ്മയുടെ മനസ്സിൽ കൂടെ ഒരുപക്ഷെ പോയി കാണാം, കൊച്ചാണെങ്കിലും. പക്ഷെ എങ്കിലും ദൈവമാണത് പറഞ്ഞത് എന്ന ബോധ്യം വന്നപ്പോ മാലാഖ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയില്ലെന്നല്ലോ എന്നൊക്കെ മാതാവ് പറയുന്നുണ്ടല്ലോ. പക്ഷെ പിതാവിന്റെ കയ്യിലാണ് തീരുമാനം എന്ന് പറഞ്ഞപ്പോ ഉടനെ മനസ്സ് നല്ലതായി. ആ നല്ല മനസ്സിലേക്കാണ് ഉണ്ണിയെ സ്വീകരിച്ചത്. മാലാഖമാര് വന്ന് ദൈവത്തിന്റെ ദൂത് അമ്മയെ അറിയിക്കുന്നില്ല. ഒരു മാലാഖയെ എപ്പോഴും നമുക്ക് കൂടെ കൊണ്ട് നടക്കണം. അപ്പൊ ദൈവത്തിന്റെ ദൂത് നമുക്ക് വിവേചിച്ചറിയാനുള്ള ഒരു സഹായമാണത്. സന്മനസ് സൂക്ഷിച്ചാലാണ് മാലാഖ നമ്മുടെ അടുത്ത് വരുള്ളൂ. മാലാഖ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ സന്മനസ്സിലേക്ക് ദൈവം തരുന്ന സാഹചര്യങ്ങളിലൂടെ വരുന്ന നന്മകളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സന്മനസ്സിന്റെ കുഞ്ഞനുഭവം ഞാൻ പറയാം. ഇവിടെ ഞങ്ങളുടെ ജോയ്സ് ഹോം നിങ്ങൾക്കറിയാം, ഇതൊരു ഓർഫനേജ് ഉണ്ട്, ഇവിടെ റെസ്ക്യൂ ഹോമാണ്. അങ്ങനെ ഒരു അമ്മയും കുഞ്ഞും കൂടി ഞങ്ങളുടെ ഈ ജോയ്സ് ഹോമിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതിന് 1 വയസ്സുള്ള കുഞ്ഞ് എന്റെ അടുത്തൊരു കൗൺസിലിംഗിന് വന്ന ഒരു ഫാമിലി, അതിലൊരു കൊച്ചുണ്ട്, 5 വയസ്സുകാരൻ. 5 വയസ്സുകാരൻ പുറത്ത് ഓടിക്കളിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിൽ ഈ കൊച്ചുമോളെ കണ്ട ചുട്ടിന്നാണ് ഞങ്ങൾ അവരെ വിളിക്കണേ, അവളെ കണ്ടു. അവന്റെ ബർത്ത്ഡേ ആണ് പിന്നത്തെ ദിവസം. അപ്പൊ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ആ കൊച്ചു വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞുമാവയ്ക്ക് എന്റെ ബർത്ത്ഡേയുടെ സമ്മാനം ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന്. ആ കൊച്ചിന്റെ ഒരു സന്മനസ് നോക്കി, ആരും അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ ഡൈവേർട്ട് ചെയ്ത് ഈ അനാഥയായിട്ടുള്ള കുഞ്ഞിലേക്ക് അവൻ എത്തിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോ അവന്റെ അമ്മാമ്മയുടെ കയ്യില് അവൻ ഉടുപ്പ് കൊടുത്തിരിക്കുകയാണ്. നോക്കുക, ഇതെന്തൊരു അത്ഭുതമാണ്. ഈ സന്മനസ് കുഞ്ഞു പ്രായം മുതലേ മരിക്കണ വരെയുള്ള മനുഷ്യർക്ക് ഈ സന്മനസ് വേണമെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതിന് ബുദ്ധിയും ബോധമൊന്നും വേണമെന്നില്ല. അതൊരു ഉൾവെളിച്ചമാണ്. ആ ഉൾവെളിച്ചം നമുക്ക് നൽകാൻ ഒരു മാലാഖനെ നമ്മോടൊപ്പം എപ്പോഴും നിർത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു സന്മനസ് നമ്മൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. നമുക്കും നമ്മുടെ മനസ്സുകളെ നന്മയുള്ളതാക്കാം. നമ്മുടെ മനസ്സിനെ നന്മയുള്ള വലിയ മരമായിട്ട് നമുക്ക് വളർത്താം. അങ്ങനെ വളരുമ്പോ നമ്മെ കാണുന്നവരൊക്കെ ആ നന്മയിൽ പങ്കാളികളാകാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്മസിന് വലിയ വിഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ? ഓർക്കണം, ഒരു നേരത്തെ ഫുഡിന് നമ്മൾ പലതരം ഇറച്ചികളും സാധനങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോ നമ്മുടെ കുടുംബത്തിനടുത്ത്, നമ്മുടെ വീടിനടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളില് പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് അവരുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു കുഞ്ഞ ഓർമ്മ മാലാഖ നമുക്ക് തരുന്നുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.